ഇപ്പോൾ നമ്മൾ ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച്, പവർ കട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. 30 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. 1996 നായനാർ ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിൽ അധികാരത്തിലുണ്ടായത്. ആ ഗവൺമെൻറ്റിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും, ഇപ്പം നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലോഡ് ഷെഡിങ് എത്ര വരെയായിരുന്നു? നമ്മുടെ കേരളത്തിൽ 4.5 മണിക്കൂർ ലോഡ് ഷെഡിങ് ആയിരുന്നു. ആലോചിച്ച് നോക്ക്, 4.5 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ. ഇനി ബാക്കിയുള്ള സമയം വന്നും പോയും ഇരിക്കും, യോഗഭാഗ്യം പോലെ ഇരിക്കും എന്നർത്ഥം. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കേരളത്തിലെ വൻകിട വ്യവസായങ്ങൾക്ക്, EHT വ്യവസായങ്ങൾക്ക് 5% വൈദ്യുതിയായിരുന്നു കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ 95% പവർ കട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായവും നടക്കില്ല. 5% വൈദ്യുതി എന്തിനാ? ഈ വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള, രാത്രി ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ളൊരു സാധനം. വേറെ വ്യവസായ ആവശ്യത്തിനൊന്നും പറ്റില്ല. ആ കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളിൽ കത്തുന്ന ബൾബ്, അത് കത്തുന്നുണ്ടോ നോക്കാൻ ചൂട്ട് കത്തിച്ച് നോക്കണം. ആ നിലയായിരുന്നു. ഇതൊരു മിന്നാമിനുങ്ങിൻ്റെ തരത്തിലുള്ള വെളിച്ചമാണ് ഇതിനുണ്ട്. ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ കാര്യമാണ്. ഇതായിരുന്നു കേരളം. ആ കേരളത്തെ പറ്റി അന്നുണ്ടായിരുന്നവർ തന്നെ ഇപ്പം അധികം ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർമ്മയിൽ ഇതുണ്ടാവില്ല. അന്ന് ലോഡ് ഷെഡിങ് ഇല്ലാത്ത കേരളം, പവർ കട്ട് ഇല്ലാത്ത കേരളം എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. പക്ഷേ അന്നത് യാഥാർത്ഥ്യമായി. കേരളത്തിലെ KSEB എന്നത് അന്നത്തെ അനുഭവത്തിൽ സാധാരണ നമ്മളെ നാട്ടുമ്പുറത്തെ ചായക്കച്ചവടക്കാരൻ്റെ മാനേജ്മെൻറ്റ് വൈഭവം പോലും ഇല്ലാത്തൊരു സ്ഥാപനമായിരുന്നു. എന്നാൽ ആ സ്ഥാപനം മികവാർന്ന രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നിശ്ചിത പദ്ധതികൾ ഏത് തീയതിയിലാണ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് എങ്കിൽ അതിനു മുൻപ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് കണ്ടു. കെടുകാര്യസ്ഥതയുടെ മൂർത്തീകരണമായിരുന്ന KSEB ആണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നാട് തന്നെ ആശ്ചര്യപ്പെട്ടുപോയി. അത്രമാത്രം കാര്യക്ഷമതയിലേക്ക് KSEB ഉയർന്നു. എന്തായിരുന്നു ഫലം? 2 വർഷമാകുമ്പോഴേക്ക് അതേവരെ കേരളം ഉണ്ടായതിനു ശേഷം ഉൽപ്പാദിപ്പിച്ച ആകെ വൈദ്യുതി എത്രയാണോ അത്രയും വൈദ്യുതി നമ്മൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിച്ചു. ആദ്യം പവർ കട്ട് ഇല്ലാതായി, പിന്നെ ലോഡ് ഷെഡിങ് ഇല്ലാതായി. അങ്ങനെയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ നാം കാണുന്നത് ലോഡ് ഷെഡിങ് ചില സമയത്ത് വരുന്നതാണ്. ആ ലോഡ് ഷെഡിങ് അല്ല നാം അനുഭവിച്ച യഥാർത്ഥ ലോഡ് ഷെഡിങ്. അത്രയും ദുരനുഭവം നമുക്കുണ്ടായിരുന്നു.